So we are done with the chapter units and measurements. Moving on to motion in a straight line. Let's see the first question. A runner completes one round of a circular path of radius r in 40 seconds. His displacement after 2 minutes 20 seconds will be. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു സർക്കുലർ പാത്ത് ഹാവിങ് റേഡിയസ് ആർ, ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാ? 40 സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 minutes 20 seconds കഴിയുമ്പോൾ എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്? അല്ലേ, റണ്ണറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കാണണ്ടേ? അപ്പോൾ ഇങ്ങനെ മിനിറ്റ്സിലൊക്കെ തന്നാൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അതിനാദ്യം സെക്കൻഡ്സിലേക്ക് മാറ്റണം. 2 minutes എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 seconds ആണ് അല്ലേ. 120 + 20 seconds, അപ്പോൾ എത്ര വരും? 140 seconds ആണ് 2 minutes 20 seconds എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ 140 seconds കഴിയുമ്പോൾ ഈ റണ്ണറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സർക്കുലർ പാത്ത് ഞാനൊന്ന് വരയ്ക്കാം. ഞാൻ തൽക്കാലം അസ്യൂം ചെയ്യാണ് ഈ ഒരു പോയിൻ്റ് എ, ഇവിടെ നിന്നാണ് ആ റണ്ണർ ഓടി തുടങ്ങുന്നതെന്ന് വിചാരിച്ചോ. ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ, ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? ഈ എ എന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, തിരിച്ച് എയിലേക്ക് തന്നെ എത്തി അല്ലേ. ആ സമയത്ത് അങ്ങേരുടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 അല്ലേ? കാരണം എന്താ വെച്ചാൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 40 seconds കഴിഞ്ഞപ്പോൾ, ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 40 seconds അല്ലേ. അപ്പോൾ 40 seconds കഴിഞ്ഞപ്പോഴും അങ്ങേരുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു 40 seconds എന്ന് വെച്ചാൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി, സെക്കൻഡ് റൗണ്ട് ഓടി. ഓക്കെ, അപ്പോൾ തിരിച്ച് ഇവിടെ തന്നെ എത്തിയപ്പോൾ, അപ്പോൾ 40 seconds കഴിഞ്ഞിട്ടുണ്ട്, അപ്പോഴും അങ്ങേരുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 അല്ലേ. ഇനി മൂന്നാമത്തെ റൗണ്ട് ഓടി, അപ്പോൾ എന്തായിട്ടുണ്ട്? മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് 40 seconds പിന്നെയും കഴിഞ്ഞു അല്ലേ. അപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് തന്നെയാണ്? 0 ആണ്. കാരണം വെച്ചാൽ ഓടി എന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് എയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 40 + 40 + 40, അപ്പോൾ എത്രയാണ്? 120 seconds കഴിഞ്ഞപ്പോഴും അങ്ങേരുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ 140 seconds കഴിഞ്ഞപ്പോൾ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് എന്നല്ല കണ്ടുപിടിക്കേണ്ടത്. ഇനി എത്രയും കൂടിയേ ബാക്കിയുള്ളൂ? 20 seconds കൂടിയല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റാണ് കാണേണ്ടത്. ശ്രദ്ധിക്കണേ, ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 40 seconds അല്ലേ. അങ്ങനെയാണെങ്കിൽ 20 സെക്കൻഡിൽ എവിടം വരെ എത്തിയിട്ടുണ്ടാവും? ഇതിൻ്റെ പകുതിയല്ലേ കവർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. 40 seconds ഫുള്ള് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ 20 സെക്കൻഡിൽ പകുതി കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. എന്ന് വെച്ചാൽ എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ടാവും ബി. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് r ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? r + r അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും കുട്ടികളെ വരിക? 2r ആണ് വരിക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി 2r. സെക്കൻഡ് ക്വസ്റ്റ്യൻ. An old man goes for a morning walk on a semicircular track of radius 40 meter. If he starts from one end of the track and reaches the other end, the distance covered by the man and his displacement will respectively be. അപ്പോൾ ഇവിടെ ഒരു സെമി സർക്കുലർ ട്രാക്കാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. എന്തായാലും ഇതാണ് ഒരു സെമി സർക്കുലർ ട്രാക്ക് എന്ന് അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇയാൾ എന്ന് നടക്കാൻ തുടങ്ങി. ഓക്കെ, എന്നിട്ട് ബിയിലേക്ക് വന്നു എന്നുള്ളത് തൽക്കാലം അസ്യൂം ചെയ്യാം. ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് എന്ന് പറയുന്നത് ഒരു 40 meter ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റുമാണ് കാണേണ്ടത് അല്ലേ. സെമി സർക്കുലർ ട്രാക്ക് അല്ലേ, അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞതായിരിക്കും, നമ്മൾ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. അപ്പോൾ ഇവിടെ സെമി സർക്കുലർ ട്രാക്ക് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 2πr/2 അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? πr അല്ലേ വരിക അല്ലേ. അപ്പോൾ എന്താ വരിക കുട്ടികളെ? 3.14 ഇൻറ്റു റേഡിയസ് എത്രയാണ്? 40 അല്ലേ. ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 125.6 വരും. ഓക്കെ, 125.6 meter. ഇവിടെ 126 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണുള്ളത്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് പറയാം? അപ്രോക്സിമേറ്റ്ലി 126 meter എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടി. ഡിസ്പ്ലേസ്മെൻറ്റോ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? നമ്മൾ നേരെ ചെയ്ത അതേ കാര്യം തന്നെ അല്ലേ. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അല്ലേ. അപ്പോൾ എന്താ വരിക? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2r ആയിരിക്കും അല്ലേ. അപ്പോൾ 2 × r, അപ്പോൾ 80 meter. സോ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് 126 meter ആണ് അപ്രോക്സിമേറ്റ്ലി. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 80 meter ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ. Option A. Third question. A motor car covers 1/3 part of
total distance with the speed 30 km per hour, second 1/3 part with 60 km per hour, and rest 1/3 part with 180 km per hour. What is the average speed of the car? ഞാൻ തൽക്കാലം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 3x ആക്കിയെടുത്തു. ടോട്ടൽ ഡിസ്റ്റൻസ് 3x ആക്കിയെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 1/3 പാർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഇങ്ങനെ വരിക എക്സ് അല്ലേ, അതിൻ്റെ 1/3 പാർട്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിട്ടല്ലേ വരിക. ഓക്കെ, ഈ ഫസ്റ്റ് 1/3 പാർട്ട് എത്രയിലാണ് കവർ ചെയ്യുന്നത്? 30 km per hour കവർ ചെയ്യുന്നത്. അടുത്ത 1/3 പാർട്ട് എത്രയിലാണ് കവർ ചെയ്യുന്നത്? 60 km per hour. അടുത്ത 1/3 എന്ന് പറയുന്നത് 180 km per hour കവർ ചെയ്യുന്നത് അല്ലേ. അല്ലേ? എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ആവറേജ് സ്പീഡ് ഓഫ് ദ കാറാണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേ. എത്രയാണ് കുട്ടികളെ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? 3x അല്ലേ. 3x ബൈ ടോട്ടൽ ടൈം. എങ്ങനെയാണ് ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കുക? ഇവിടുത്തെ ഡിസ്റ്റൻസ് എക്സ് ബൈ സ്പീഡ് അല്ലേ, 30. അങ്ങനെയാണെങ്കിൽ x/30 ടോട്ടൽ ടൈം എന്ന് പറയുന്നത് x/30 പ്ലസ് x/60 പ്ലസ് x/180 ആയിരിക്കും അല്ലേ. x/30 പ്ലസ് x/60 പ്ലസ് x/180 അല്ലേ. ഇനി എന്ത് ചെയ്യാം? എക്സ് കോമൺ അല്ലേ, പുറമെ എടുക്കാം. 3x ബൈ എക്സ് ടേക്കിംഗ് കോമൺ. ഇനി ഇതിൻ്റെ LCM എത്രയാണ്? 180 അല്ലേ. 180 ബൈ എല്ലാവർക്കും പറഞ്ഞോണ്ട് LCM ഒക്കെ എടുക്കാൻ. ഓക്കെ, അപ്പോൾ എന്ത് വരും? 6 പ്ലസ് 3 പ്ലസ് 1. അപ്പോൾ എന്താ വരിക? ക്യാൻസലിങ് ഔട്ട് എക്സ്. അപ്പോൾ എന്ത് വരും? 3 ബൈ 10 ബൈ 180 ക്യാൻസലിങ് ഔട്ട്. അപ്പോൾ ബാക്കി എന്ത് വരും? ഈ 18 മേലേക്ക് പോയാൽ 3 × 18 അല്ലേ. അപ്പോൾ 54 km per hour വരും. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 54 km per hour ആണ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. Fourth question. A truck traveling due north at 20 meter per second turns east and travels at same speed. The change in its velocity is. അപ്പോൾ എന്താ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആ ഡയറക്ഷൻ ആദ്യം വരയ്ക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ട്രക്ക് എന്താണ്? ഈസ് ട്രാവലിംഗ് ടുവേർഡ്സ് നോർത്ത്. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, എത്ര സ്പീഡിലാണ്? 20 meter per second. 20 meter per second. ഇതാണ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u. ഓക്കെ, പിന്നെന്താ പറ്റുന്നത്? ഈസ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു അല്ലേ. ആൻഡ് ട്രാവൽസ് വിത്ത് സെയിം സ്പീഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 20 meter per second ആണ്. നമുക്കെന്താ കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ ഇറ്റ്സ് വെലോസിറ്റി. അതിൻ്റെ ഡയറക്ഷനും നമുക്ക് പറയണം. ഓക്കെ, അപ്പോൾ എന്തായാലും വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ ഇത് ഞാൻ വെക്ടർ u ആക്കിയെടുത്തു. ഇത് വെക്ടർ v അല്ലേ. നോർത്തിലേക്കാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ഇത് ഫൈനൽ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ഈസ്റ്റ് അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ. അപ്പോൾ എന്താ വരിക? v മൈനസ് u അല്ലേ. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇതിനെ വേണമെങ്കിൽ v പ്ലസ് മൈനസ് യു എന്നും കൂടി എഴുതിക്കൂടെ അല്ലേ. ശ്രദ്ധിക്കണേ, വെക്ടർ എഡിഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെക്ടർ v പ്ലസ് മൈനസ് വെക്ടർ യു ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. വെക്ടർ v എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വെക്ടർ v ഇങ്ങനെയല്ലേ കാണിക്കേണ്ടത്? ഇതാണ് വെക്ടർ v അല്ലേ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 20 meter per second. ഓക്കെ, ഇനി മൈനസ് യു എന്ന് പറഞ്ഞാലോ? മൈനസ് വെക്ടർ യു എന്ന് പറഞ്ഞാലോ? വെക്ടർ യു എന്ന് പറയുന്നത് നോർത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് വെക്ടർ യു എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാണ് കുട്ടികളെ? താഴേക്കല്ലേ, ടുവേർഡ്സ് സൗത്ത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് മൈനസ് വെക്ടർ യു. അപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ വെക്ടർ വി പ്ലസ്
മൈനസ് വെക്ടർ യു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കല്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചോടെ. എന്താ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഡയഗണൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ആ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ. അപ്പോൾ ഡെൽറ്റ വി കിട്ടി. ഓക്കെ, ഇനി ഈ ഡെൽറ്റ വിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കുട്ടികളെ വരിക? ഈ ആംഗിൾ 90 ഡിഗ്രീസ് അല്ലേ. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 20 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു 2 into 20 സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താ വരിക? എനിക്ക് വേണമെങ്കിൽ റൂട്ട് ഓഫ് 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 20 അല്ലേ. അപ്പോൾ 20 റൂട്ട് 2 മീറ്റർ കിട്ടും. മീറ്റർ പെർ സെക്കൻഡ്, 20 റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 20 റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ പോരാലോ. എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും കുട്ടികളെ വരിക? നോക്കിക്കേ, ഇവിടെ ഡയറക്ഷൻ ഈസ്റ്റ് അല്ലേ, ഇവിടെ ഡയറക്ഷൻ സൗത്ത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി ആണ് 20 റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ് സൗത്ത് ഈസ്റ്റ്. Okay, option B. Fifth question. A car travels a distance of 2000 meter if the first half distance is covered at 40 km per hour and the second half at velocity v, and if the average velocity is 48 km per hour, then the value of v is. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 2000 മീറ്റർ ആണ്. ഫസ്റ്റ് ഹാഫ് അല്ലേ. അപ്പോൾ 1000 മീറ്റർ അവർ 40 കിലോമീറ്റർ പെർ അവറിലാണ് കവർ ചെയ്യുന്നത് അല്ലേ. അടുത്ത 1000 മീറ്ററോ വെലോസിറ്റി വിയിലാണ് കവർ ചെയ്യുന്നത്. ആവറേജ് വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 48 കിലോമീറ്റർ പെർ അവർ അല്ലേ. അപ്പോൾ നമുക്ക് വെലോസിറ്റി വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം അല്ലേ, 1000 മീറ്റർ അല്ലേ, ബട്ട് വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ സെയിം ഡിസ്റ്റൻസ് ആണ്, അത് ഡിഫറെൻറ്റ് വെലോസിറ്റിയിലാണ് കവർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആവറേജ് വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഫസ്റ്റ് ഇയർ. എന്തായിരുന്നു? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2v1 v2 ബൈ v1 പ്ലസ് v2. ഈ ഒരു എക്സ്പ്രഷൻ എപ്പോൾ മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ? കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലേ, 1000 മീറ്റർ, പക്ഷേ വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു കേസിൽ നമുക്ക് എന്ത് പറയാം? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 48 അല്ലേ വരിക. 48 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളെ? 40 അല്ലേ, ഇൻറ്റു v2 എന്ന് പറഞ്ഞാൽ v ബൈ 40 പ്ലസ് v. അപ്പോൾ നമ്മളിവിടെ ഒരു 4 ക്യാൻസൽ ചെയ്താൽ 12, 10, ഒരു 6 വരും, പിന്നെ ഒരു 2 കൂടി ക്യാൻസൽ ചെയ്താൽ 3, ഇവിടെ 5. സോ ഇതും കൂടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു 40 പ്ലസ് v ഈസ് ഈക്വൽ ടു 5v. ഓക്കെ, 120 പ്ലസ് 3v ഈസ് ഈക്വൽ ടു 5v. 3v ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. 120 ഈസ് ഈക്വൽ ടു 5v മൈനസ് 3v. അപ്പോൾ 2v implies v ഈസ് ഈക്വൽ ടു 120 ബൈ 2. അപ്പോൾ എത്ര വരും? 60 കിലോമീറ്റർ പെർ അവർ. ഓക്കെ ആണോ? 60 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി. Sixth question. A particle is moving with velocity 5 meter per second towards east. Its velocity changes to 5 meter per second north in 10 seconds. Find the acceleration. ഞാൻ ആ ഡയറക്ഷൻ ഒന്ന് വരയ്ക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ പാർട്ടിക്കിൾ ഇസ് മൂവിങ് വിത്ത് വെലോസിറ്റി വി ടുവേർഡ്സ് ഈസ്റ്റ് അല്ലേ. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ടുവേർഡ്സ് ഈസ്റ്റ് ആണ് മൂവ് ചെയ്യുന്നത് അല്ലേ. എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡാ അല്ലേ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. വെക്റ്റർ അല്ലേ. ഓക്കെ, അപ്പോൾ യു ഇസ് ഈക്വൽ ടു എന്താണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഡയറക്ഷൻ ടുവേർഡ്സ് ഈസ്റ്റ്. പിന്നെ അത് എന്ത് ചെയ്യുന്നു? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു, നോർത്തിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളെ? അതും 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്, ടുവേർഡ്സ് നോർത്ത് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സിലറേഷനാണ് കാണണ്ട അല്ലേ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ടി അല്ലേ. അപ്പോൾ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ, ടൈം ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ് 10 സെക്കൻഡ് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഡെൽറ്റ വി കണ്ടുപിടിക്കണം. എന്താ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, അപ്പോൾ വെക്ടർ വി മൈനസ് വെക്ടർ യു. ഓക്കെ, ഇതിനു വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ കുട്ടികളെ, നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ. ഓക്കെ, എന്ത് വരും, വി പ്ലസ് മൈനസ് യു ആണോ. അങ്ങനെയാണെങ്കിൽ വി പ്ലസ് മൈനസ് യു നമുക്ക് എങ്ങനെ ചെയ്യണം, വെക്റ്റർ ആണ്, ജസ്റ്റ് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വെക്റ്റർ ലോസ് ഓഫ് എഡിഷൻ വെച്ചിട്ട് ചെയ്യണം അല്ലേ. വി എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിലാണ്, ടുവേർഡ്സ് നോർത്ത് അല്ലേ, അതിനെങ്ങനെ അങ്ങോട്ട് കാണിച്ചു, വീനെ കാണിച്ചു. ഓക്കെ, വി ഈസ് ഈക്വൽ ടു എത്രയാണ്, 5 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് നോർത്ത് ഡയറക്ഷനാണ്. ഇനി മൈനസ് യു എന്ന് പറഞ്ഞാൽ, യു എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ഈസ്റ്റാണ്, അപ്പോൾ മൈനസ് യു എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് വെസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കേണ്ടത് അല്ലേ, മൈനസ് യു ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്കതിൻ്റെ റിസൾട്ടൻ്റ് ഈ വി പ്ലസ് മൈനസ് യുവിൻ്റെ റിസൾട്ടൻ്റ് ആണ് എന്ത് വരിക, ചേഞ്ച് ഇൻ വെലോസിറ്റി വരിക അല്ലേ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കാൻ ഇതിൻ്റെ ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഡയഗണൽ എന്ത് വരും, അതിൻ്റെ റിസൾട്ടൻ്റ് തരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ വി കിട്ടുമല്ലോ. ഓക്കെ, ഡെൽറ്റ വി കിട്ടൂലേ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കുട്ടികളെ വരിക, ആംഗിൾ 90 ഡിഗ്രീസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ, അപ്പോൾ എന്ത് വരും, റൂട്ട് ഓഫ് 2 ഇൻറ്റു 5 സ്ക്വയർ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ വരിക, റൂട്ട് ഓഫ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, ഇനി ഡയറക്ഷൻ എന്തായിരിക്കും, ചേഞ്ച് ഇൻ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ നോക്കിയേ, ഇങ്ങനെയല്ലേ റിസൾട്ടൻ്റ് പോകുന്നത്, ഈ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആയിരുന്നു അല്ലേ, തിരിച്ച് ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ വെസ്റ്റ് അല്ലേ. അപ്പോൾ ഏത് ഡയറക്ഷൻ കുട്ടികളെ വരിക, നോർത്ത് വെസ്റ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 5 റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ് ഏത് ഡയറക്ഷനാണ്, നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്, ആക്സിലറേഷൻ അല്ലേ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ടി അല്ലേ. അപ്പോൾ നമ്മൾ എന്തെടുക്കണം, 5 റൂട്ട് 2 ബൈ 10 അല്ലേ. അപ്പോൾ ഒരു 5 ക്യാൻസൽ ചെയ്താൽ 2 വരും, പിന്നെ റൂട്ട് 2 ക്യാൻസൽ ചെയ്താൽ എന്ത് വരും, 1 ബൈ റൂട്ട് 2. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ, മാഗ്നിറ്റ്യൂഡാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ വരിക, 1 ബൈ റൂട്ട് 2 അല്ലേ, 1 ബൈ റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഡയറക്ഷൻ എന്താ, അത് ചേഞ്ച് ഇൻ വെലോസിറ്റീൻ്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും അല്ലേ. എന്ത് ഡയറക്ഷൻ ആയിരിക്കും, നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഏതാ ഓപ്ഷൻ വരിക കുട്ടികളെ, ഓപ്ഷൻ ബി ആണ്, 1 ബൈ റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ, ഓപ്ഷൻ ബി. 7th question, an object will continue accelerating until. നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താ പറയുന്നത്, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സലറേഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു ബോഡീൻ്റെ മേലെ നെറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബോഡി ആക്സലറേറ്റ് ചെയ്യുള്ളൂ. ഇനി നെറ്റ് ഫോഴ്സ് 0 ആയാലോ, പിന്നെ അത് ആക്സലറേറ്റ് ചെയ്യുമോ, ഇല്ല, ആക്സലറേഷൻ എന്തായി പോവും, 0 ആയി പോവും അല്ലേ. അങ്ങനെയാണ് എന്താ ആൻസർ വരിക, ആൻ ഒബ്ജെക്റ്റ് വിൽ കണ്ടിന്യൂ ആക്സലറേറ്റിംഗ് അൺടിൽ ദ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ ഇറ്റ് ഈസ് 0. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക, ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ ഇറ്റ് ഈസ് 0. ഓക്കെ, അപ്പോൾ 7th question ഓപ്ഷൻ സി ആണ്. ഇനി 8th question, the displacement time relationship for a particle is given by x is equal to a0 plus a1t plus a2t square. The acceleration of the particle is. അപ്പോൾ x is equal to a0 plus a1t plus a2t square ആണ് അല്ല. നമുക്ക് ആക്സലറേഷൻ കണ്ടത് എന്താണ്, ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയോ, a is equal to d square x by dt square അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഡി എക്സ് ബൈ ഡി ടി കാണാം അല്ലേ. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റിയാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡി എക്സ് ബൈ ഡി ടി ചെയ്താൽ എന്താ പറയുക കുട്ടികളെ, ഡി ബൈ ഡി ടി ഓഫ് a0 പ്ലസ് a1t പ്ലസ് a2t സ്ക്വയർ അല്ലേ. അപ്പോൾ എന്ത് വരും, ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്താ വരിക, a1 പ്ലസ് a2 ഇൻറ്റു 2t അല്ലേ. ഇനി ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണമല്ലോ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അല്ലേ. എന്ന് വെച്ചാൽ എന്താ, ഡി ബൈ ഡി ടി ഓഫ് a1 പ്ലസ് a2 ഇൻറ്റു 2t. ഇവിടെ a1 a2 a0 എന്നൊക്കെ പറഞ്ഞ കോൺസ്റ്റൻസ് ആണ്, അപ്പോൾ അതൊക്കെ ക്യാൻസൽ ആയി പോകില്ല. അപ്പോൾ എന്താ വരിക, ഡി സ്ക്വയർ എക്സ്
by dt square is equal to 2a2. അപ്പോൾ ആക്സിലറേഷൻ a is equal to d square x by dt square which is equal to 2a2. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D. 9th question. A particle has velocity given by v is equal to 20 plus 0.1 t square, then it has. അപ്പോൾ ആക്സിലറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. v is equal to 20 plus 0.1 t square. വെലോസിറ്റി തന്നിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആക്സിലറേഷൻ a is equal to dv by dt അല്ലേ? അപ്പോൾ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു d by dt ഓഫ് 20 plus 0.1 t square. അപ്പോൾ എന്താ വരിക? ആക്സിലറേഷൻ a is equal to 0.1 into 2t അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ a is equal to 0.2t. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്സിലറേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എന്നല്ലേ? ടൈമിനനുസരിച്ച് ആക്സിലറേഷൻ മാറൂലേ? അങ്ങനെയാണ് ഏത് ആൻസർ വരിക? നോൺ യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. ഓപ്ഷൻ സി. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആക്സിലറേഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഇനി 10th question. The displacement is given by x is equal to 2t square plus t plus 5. The acceleration at t is equal to 5 second will be. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് x is equal to 2t square plus t plus 5. ആക്സിലറേഷനാണ് കണ്ടല്ലേ? നമുക്കറിയാലോ ആക്സിലറേഷൻ a is equal to d square x by dt square അല്ലേ? അപ്പോൾ dx by dt ആദ്യം കാണാമല്ലോ. dx by dt is equal to d by dt of 2t square plus t plus 5. എന്താ വരിക? dx by dt is equal to 2 into 2t plus 1. ഇനി d square x by dt square ചെയ്താലോ എന്താ വരിക? d by dt of 2 into 2t എന്ന് പറഞ്ഞാൽ 4t plus 1 അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ a is equal to d square x by dt square is equal to എന്താ വരിക കുട്ടികളെ? 4 അല്ലേ? 4 meter per second square. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 4 meter per second square. 11th question. A particle moves with constant acceleration for 6 seconds after starting from rest. The distance traveled during consecutive 2 seconds interval are in the ratio. അപ്പോൾ റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി u ഈക്വൽ ടു 0 ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? കോൺസിക്യൂട്ടീവ് 2 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ എത്ര ട്രാവൽ ചെയ്യുന്നു അല്ലേ? അപ്പോൾ ടോട്ടൽ 6 സെക്കൻഡ്സ് അല്ലേ? എന്ന് വെച്ചാൽ ആദ്യത്തെ 2 സെക്കൻഡിൽ, അടുത്ത 2 സെക്കൻഡിൽ, പിന്നെ അടുത്ത 2 സെക്കൻഡിൽ. ഫസ്റ്റ് 2 സെക്കൻഡ്സിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഈസ് ടു സെക്കൻഡ് 2 സെക്കൻഡ്സിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഈസ് ടു മൂന്നാമത്തെ 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ടോട്ടൽ 6 സെക്കൻഡ് അല്ലേ? ടോട്ടൽ 6 സെക്കൻഡ്സ് ആണുള്ളത്. ആദ്യത്തെ 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഓക്കെ ഈസ് ടു അടുത്ത 2 സെക്കൻഡ് എന്ന് വെച്ചാൽ മൂന്നാമത്തെയും 4ാമത്തെയും സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, പിന്നെ 5ാമത്തെയും 6ാമത്തെയും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. ഓക്കെ, എന്താണ് നമുക്കറിയാലോ? റിലേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? ഓക്കെ, ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയാം. ഇനി S1 എന്ന് വെച്ചാൽ ആദ്യത്തെ 2 സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തു നോക്കാം. എത്രയാണ് കുട്ടികളെ? ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 സ്ക്വയർ അല്ലേ വരിക? 2 സ്ക്വയർ. അപ്പോൾ S1 എത്ര വരും? S1 ഈക്വൽ ടു ഹാഫ് എ ഇൻറ്റു 4. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ എന്താ വരിക? 2 അല്ലേ? അപ്പോൾ S1 ഈസ് ഈക്വൽ ടു 2a. ഞാൻ ഇക്വേഷൻ 1 ആക്കി വെച്ചു. ഇനി എനിക്ക് S2 കണ്ടുപിടിക്കണം. S2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തു നോക്കാം. അപ്പോൾ S2 ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? ഹാഫ് എ ഇൻറ്റു 4 സ്ക്വയർ അല്ലേ വരിക അല്ലേ? അപ്പോൾ S2 ഈസ് ഈക്വൽ ടു ഹാഫ് എ ഇൻറ്റു 16. ക്യാൻസലിങ് ഔട്ട്. അപ്പോൾ 8 വരൂലേ? S2 ഈസ് ഈക്വൽ ടു 8a. ഈ S2 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ 4 സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തു എന്നാ. അപ്പോൾ 4 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മൈനസ് ആ 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെയും 4ാമത്തെയും സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തെന്ന് കിട്ടൂലേ? അപ്പോൾ
ഞാൻ തൽക്കാലം അതിനെ S2 ഡാഷ് എന്ന് എടുക്കാം. ഓക്കെ, S2 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ വരിക? S2 മൈനസ് S1 അല്ലേ? അപ്പോൾ S2 ഡാഷ് ഇസ് ഈക്വൽ ടു S2 എന്ന് പറഞ്ഞാൽ 8A മൈനസ് S1 എത്രയാ? 2A അല്ലേ? അപ്പോൾ S2 ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് വരും കുട്ടികളെ? 6A അല്ലേ വരിക? ഞാൻ ഇക്വേഷൻ 2 ആക്കി വെച്ചു. ഇനി S3 ആണല്ലോ. S3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6 സെക്കൻഡ്സിൽ എത്ര ട്രാവൽ ചെയ്തു അല്ലേ? S3 ഈസ് ഈക്വൽ ടു എന്ത് വരും കുട്ടികളെ? ഹാഫ് A 6 സ്ക്വയർ അല്ലേ? ഹാഫ് A 6 സ്ക്വയർ. അപ്പോൾ എന്ത് വരും? ഹാഫ് ഇൻറ്റു A ഇൻറ്റു 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ് വരിക അല്ലേ? ക്യാൻസലിങ് ഔട്ട്. അപ്പോൾ എത്ര വരും? 18 വരും അല്ലേ? അപ്പോൾ S3 ഈസ് ഈക്വൽ ടു 18A അല്ലേ കിട്ടുക? ഈ S3 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ 6 സെക്കൻഡ്സിൽ ടോട്ടൽ 6 സെക്കൻഡ്സിൽ എത്ര ട്രാവൽ ചെയ്തു. അപ്പോൾ നമുക്ക് നേരത്തെ ആദ്യത്തെ 4 സെക്കൻഡിൽ വരെ എത്ര ട്രാവൽ ചെയ്തു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ S3 ഡാഷ് എന്ന് വെച്ചാൽ 5-ാമത്തെയും 6-ാമത്തെയും സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തു എന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 6 സെക്കൻഡ്സിൽ എത്ര ട്രാവൽ ചെയ്തു മൈനസ് 4 സെക്കൻഡ്സിൽ എത്ര ട്രാവൽ ചെയ്തു അല്ലേ? അപ്പോൾ എന്ത് വരും? 18A അല്ലേ? ടോട്ടൽ 6 സെക്കൻഡ്സിൽ 18A ആണ് ട്രാവൽ ചെയ്യുന്നത്. മൈനസ് 4 സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തിരുന്നു? 8A അല്ലേ? അപ്പോൾ 18A മൈനസ് 8A. അപ്പോൾ S3 ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് വരും കുട്ടികളെ? 10A. ഓക്കെ, ഞാൻ ഇക്വേഷൻ 3 ആക്കി വെച്ചു. ഇനി നമുക്ക് എന്തെടുത്താൽ മതി? റേഷ്യോ എടുത്താൽ പോരെ? 1:2 ഇക്വേഷൻ 1:2 ഇക്വേഷൻ 2:2 ഇക്വേഷൻ 3 അല്ല? എന്ന് വെച്ചാൽ എന്താ? S1 ഈസ് ടു S2 ഡാഷ് ഈസ് ടു S3 ഡാഷ് ചെയ്ത് എന്ത് വരും കുട്ടികളെ? 2A ഈസ് ടു 6A ഈസ് ടു 10A അല്ലേ? അപ്പോൾ എന്താ വരിക? S1 ഈസ് ടു S2 ഡാഷ് ഈസ് ടു S3 ഡാഷ് ഇസ് ഈക്വൽ ടു ഇതൊരു 2A അങ്ങ് ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1:3:5 1:3:5 1:3:5 ആണെങ്കിൽ ഓപ്ഷൻ സി. 12th question. A ball is thrown upward and reaches a height of 64 feet. Its initial velocity should be. അപ്പോൾ ഹൈറ്റ് തന്നിട്ടുണ്ട്. H is equal to 64 feet. ഇനീഷ്യൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് റിലേഷൻ അറിയാലോ. V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS അല്ലേ? അല്ലേ? ആ ഒരു ഹൈറ്റ് 64 ഫീറ്റ് എന്ന് പറയുന്ന ഒരു ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്താ? ഇപ്പം 0 ആവില്ലേ? എന്ന് വെച്ചാൽ ഒരു ബോഡി താഴെ നിന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു, അത് മാക്സിമം ഹൈറ്റിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇനി ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ മേലേക്കല്ലേ പ്രൊജക്റ്റ് ചെയ്യുന്ന. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ സൈൻ എന്താക്കി എടുക്കണം? നെഗറ്റീവ് എടുക്കണം അല്ലേ? A is equal to -g വരും. അപ്പോൾ എന്താ കുട്ടികളെ വരിക? 0 is equal to U സ്ക്വയർ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. -2gh അല്ലേ ഹൈറ്റ് അല്ലേ? അപ്പോൾ U സ്ക്വയർ എന്ത് വരും? U സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh വരും. U ഈസ് ഈക്വൽ ടു √2gh അല്ലേ? ഇനി എന്താ പറയുക കുട്ടികളെ? √2 ഇൻറ്റു ജി തന്നിട്ടുണ്ട് ഇവിടെ അല്ലേ? എത്രയാ? 32 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? അപ്പോൾ 32 ഇൻറ്റു h എത്രയാ? 64. സോ വിൽ ബി ഗെറ്റിംഗ് 2 ഇൻറ്റു 32 എന്ത് വരും? 64 സ്ക്വയർ ആണ് കിട്ടുക. അപ്പോൾ U ഈസ് ഈക്വൽ ടു √64 ഫീറ്റ് പെർ സെക്കൻഡ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക, 64 ഫീറ്റ് പെർ സെക്കൻഡ്. 13th question. Two bodies of different masses, MA and MB, are dropped from two different heights, A and B. The ratio of time taken by two to drop through these distances is. ഇപ്പോൾ 13th question അല്ലേ? രണ്ട് ബോഡീസ് ഡിഫറെൻറ്റ് ഹൈറ്റ്സിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് റിലേഷൻ അറിയാലോ. S is equal to ut plus half AT square അല്ലേ? ഇനി ഇവിടെ ഡ്രോപ്പ് ചെയ്തത് കൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. U is equal to 0 അല്ലേ? ഇവിടെ S എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്ന? ഹൈറ്റ് അല്ലേ? ഇനി ഡ്രോപ്പ് ചെയ്യുന്നത് താഴോട്ടല്ലേ? അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കില്ലേ? നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും കുട്ടികളെ? H is equal to half AT square അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടൈം എന്താ വരിക? ഇവിടെ ടൈം T സ്ക്വയർ ഈസ് ഈക്വൽ ടു 2h ബൈ ആക്സിലറേഷൻ A ഈക്വൽ ടു G കൊടുത്തോളെ. അപ്പോൾ T സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 2h ബൈ G അല്ലേ? അങ്ങനെയാണെങ്കിൽ T ഈസ് ഈക്വൽ ടു എന്താ വരിക? √2h ബൈ G. ഓക്കെ, ഇനി ഇവിടെ
റേഷ്യോ ഓഫ് ടൈം ടേക്കൺ അല്ലേ. അപ്പോൾ T1 എന്ന് പറയുന്നത് തൽക്കാലം ഞാൻ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റ് കേസിൽ A ആണ്, രണ്ടാമത്തെ കേസിൽ B ആണ്. അപ്പോൾ T1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2A/g. കൺഫ്യൂഷൻ ആവരുത്, ഇവിടെ ആക്സലറേഷൻ A ആണ്, ഇവിടെ A എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഹൈറ്റ് ആണ്. ഓക്കെ, ഇനി T2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? രണ്ടാമത്തെ കേസിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ B ആണ്. ഓക്കെ, അപ്പോൾ 2B/g ആണ്, 2B/g. ഇനി നമ്മൾ T1/T2 റേഷ്യോ എടുക്കണ്ടേ? T1/T2 എടുത്താൽ എന്താ വരിക കുട്ടികളെ? ഇവിടെ നോക്കണം, T1/T2 എടുത്താൽ GG പോവും. ഇനി √2 ക്യാൻസൽഡ് ആവും. അപ്പോൾ എന്താ വരിക? √A/√B അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? √A ഈസ് ടു √B. അപ്പോൾ ഓപ്ഷൻ C. 14th question. The initial velocity of a particle is u and the acceleration of the particle at time t is given by F is equal to AT, where A is a constant. Which of the following relation for velocity v of particle after time t is true? Okay, അപ്പോൾ ആക്സലറേഷൻ തന്നിട്ടുണ്ടല്ലേ. ആക്സലറേഷൻ അവർ F വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. F ഈസ് ഈക്വൽ ടു AT. നമുക്ക് റിലേഷൻ കൂടി അറിയാമല്ലോ. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? dv/dt ആണ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ dv/dt എന്ന് പറഞ്ഞാൽ എന്താണ് വരിക കുട്ടികളെ? AT അല്ലേ. dv അപ്പോൾ എന്തായിരിക്കും? dv ഈസ് ഈക്വൽ ടു AT dt അല്ലേ. നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തൂടെ? ഇനി ഇൻറ്റഗ്രേറ്റ് എവിടെ മുതൽ എവിടെ വരിക? u to v, ഇനീഷ്യൽ ടു ഫൈനൽ. അപ്പോൾ dv ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ഫ്രം 0 to t AT dt വരൂല്ലേ. എന്താ വരിക? ഇൻറ്റഗ്രൽ dv എന്ന് പറഞ്ഞാൽ v, u to v ഈക്വൽ ടു എന്ത് വരും? AT²/2 ലിമിറ്റ് 0 to t. അങ്ങനെയാണ് എന്താ വരിക? v മൈനസ് u ഈസ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ AT²/2 തന്നെ അല്ലേ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ എന്ത് വരും? v ഈസ് ഈക്വൽ ടു u പ്ലസ് AT²/2. ഇതേതാണ് ഓപ്ഷൻ? v ഈസ് ഈക്വൽ ടു u പ്ലസ് AT²/2 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 15th question. A body starting from rest has uniform acceleration 8 meter per second square. The distance traveled by it in 5th second will be. അപ്പോൾ റെസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ u ഈസ് ഈക്വൽ ടു 0 ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയാലോ എന്താ? Sn ഈസ് ഈക്വൽ ടു u പ്ലസ് A/2 ഇൻറ്റു 2n മൈനസ് 1. nth സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു അല്ലേ. ഇവിടെ 5th സെക്കൻഡിൽ എത്ര കവർ ചെയ്യുന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആക്സലറേഷൻ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ആക്സലറേഷൻ എത്രയാണ്? 8 meter per second square. n എത്രയാണ്? 5. 5th സെക്കൻഡിൽ എത്ര കവർ ചെയ്യുന്നു നോക്കണ്ടേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എന്താ വരിക? S5 ഈസ് ഈക്വൽ ടു u0 ആണ്. അപ്പോൾ A/2 അപ്പോൾ എന്ത് വരും? 8/2 2 ഇൻറ്റു 5 മൈനസ് 1. അപ്പോൾ 8/2 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2 10 മൈനസ് 1 9 4 ഇൻറ്റു 9 അപ്പോൾ 36 മീറ്റർ ആണ്. അപ്പോൾ S5 ഈസ് ഈക്വൽ ടു 36 മീറ്റർ. ഓപ്ഷൻ എ. 16th question. A stone is dropped from a bridge and it reaches the ground in 4 seconds. The height of the bridges. അപ്പോൾ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്തതാണ്. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ടൈം എത്ര എടുക്കുന്ന താഴെത്താൻ? 4 seconds ആണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ബ്രിഡ്ജ് ആണ് കാണേണ്ടത്. നമുക്ക് എന്ത് റിലേഷൻ അറിയാം? S ഇസ് ഈക്വൽ ടു UT പ്ലസ് ½ AT² അല്ലേ. ഇവിടെ S എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് അല്ലേ, h. പിന്നെ u 0 ആണ്. പിന്നെ A ഇസ് ഈക്വൽ ടു എന്താണ്? G. A ഇസ് ഈക്വൽ ടു G. വെർട്ടിക്കലി ഡൗൺവേർഡ്സ് അല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് h എന്ത് കിട്ടും? h ഇസ് ഈക്വൽ ടു ½ GT² അല്ലേ. അങ്ങനെയാണ് എന്താ കുട്ടികളെ വരിക? h ഇസ് ഈക്വൽ ടു ½ ഇൻറ്റു G എന്ന് പറഞ്ഞാൽ 9.8 ഇൻറ്റു T² അല്ലേ. അപ്പോൾ 4². അപ്പോൾ ഒരു 2 ക്യാൻസൽ ചെയ്ത് 4² എന്ന് പറഞ്ഞാൽ 16 ആണ്. ഒരു 2 ക്യാൻസൽ ചെയ്ത് എന്ത് വരും? ഇവിടെ 8. അപ്പോൾ h ഇസ് ഈക്വൽ ടു 9.8 ഇൻറ്റു 8. ഓക്കെ, നമ്മളിപ്പോൾ 10 എടുക്കുകയാണെങ്കിൽ 10 ഇൻറ്റു 8 80 വരുമായിരുന്നു. 80 ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പോൾ 18 അടുത്ത് വരുന്ന ഏതാ? 78.4 മീറ്റർ അല്ലേ. അപ്പോൾ ഹൈറ്റ് h ഇസ് ഈക്വൽ ടു 78.4 മീറ്റർ. ഓപ്ഷൻ എ. 17th question. A ball is thrown vertically upwards from the top of a tower with a velocity of 10 meter per second
if the ball falls on the ground after 5 seconds, the height of the tower will be. അപ്പോൾ ഒരു ഹൈറ്റ് എച്ച് ഉള്ള ടവർ ഇതിൻ്റെ മേലെ നിന്നൊരു ബോൾ ഇങ്ങനെ എറിയാണ്. അതിങ്ങനെ എറിഞ്ഞ് എന്ത് ചെയ്തു, ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ താഴെ വന്ന് വീണു, ഗ്രൗണ്ടിൽ വന്ന് വീണു. ഓക്കെ, അപ്പോൾ അത് എറിഞ്ഞ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. പിന്നെ 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയിട്ടുണ്ട്, ആ ബോൾ തിരിച്ച് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഹൈറ്റ് ഓഫ് ദ ടവറാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു കേസിൽ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിങ്ങനെ മേലേക്ക് പോയി തിരിച്ച് താഴേക്ക് വരുന്നതല്ല അല്ലേ. അപ്പോൾ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിന് ഈക്വലാണ്? ഈ ഒരു ഹൈറ്റിന് ഈക്വൽ ആയിരിക്കില്ലേ, ഈ ഒരു ടവറിൻ്റെ ഹൈറ്റിന് ഈക്വൽ ആയിരിക്കുമല്ലോ ഇതിൻ്റെ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് തന്നെയാണ്, ഹൈറ്റ് ഓഫ് ദി ടവർ. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, റിലേഷൻ അറിയാലോ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. ഈ ഒരു കേസിൽ എസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ, എച്ചിന് ഈക്വൽ അല്ലേ. പിന്നെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ ഇസ് ഈക്വൽ ടു, നമ്മൾ മേലേക്കായിരുന്നു എറിഞ്ഞതല്ലേ, അപ്പോൾ എ ഇസ് ഈക്വൽ ടു മൈനസ് ജി എടുക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, എന്ത് വരും, എച്ച് ഇസ് ഈക്വൽ ടു യു ടി മൈനസ് എ ഇസ് ഈക്വൽ ടു മൈനസ് ജി ആവുന്നത് കൊണ്ട് ഹാഫ് ജി ടി സ്ക്വയർ വരും അല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, എച്ച് ഇസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ഇൻറ്റു ടൈം എത്രയാണ് 5 മൈനസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ടി സ്ക്വയർ അല്ലേ. അപ്പോൾ 5 സ്ക്വയർ ഇവിടുന്ന് ക്യാൻസൽ ഔട്ട് ചെയ്താൽ 5 വരും. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു 50 മൈനസ് 5 ക്യൂബ് വരുമല്ലോ, മൈനസ് 125. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 75 മീറ്റർ. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്, മൈനസ് 75 മീറ്റർ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത്? അത് നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ടായതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത്. പക്ഷേ നമുക്ക് എന്തെടുക്കാം, ഹൈറ്റ് അല്ലേ, ലെങ്ത് അല്ലേ, എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു എന്ത് പറയാം, 75 മീറ്റർ എന്ന് എടുക്കാം. അപ്പോൾ 75 മീറ്റർ ആണ് വരുന്നതെങ്കിൽ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി. 18th ക്വസ്റ്റ്യൻ, ഇൻ ദ എബവ് ക്വസ്റ്റ്യൻ വാട്ട് മാക്സിമം ഹൈറ്റ് എബവ് ദ ടവർ വിൽ ദ ബോൾ അറ്റൈൻ. അപ്പോൾ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള ഒരു ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്തായിരിക്കും, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ. ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്തു, മാക്സിമം ഹൈറ്റ് എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിട്ടുണ്ടാവും, 0 ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു 0 ആണ് വരിക അല്ലേ. ഇനി എ ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ജി ആണ്, മേലേക്കാണ് എറിഞ്ഞത് അല്ലേ. അപ്പോൾ എന്ത് വരും, 0 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh വരൂല്ലേ. അങ്ങനെയാണെങ്കിൽ യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ, 2gh ആണ്. എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g. യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 10 സ്ക്വയർ ബൈ 2 ഇൻറ്റു 10. അപ്പോൾ എന്താ വരും കുട്ടികളെ, ഒരു 10 ക്യാൻസൽ ചെയ്യാലോ, 10 ബൈ 2. അപ്പോൾ എത്ര വരും, 5 മീറ്റർ. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്, 5 മീറ്റർ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സും അതേപോലെ മോഷനെ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിലെയും കുറച്ച് ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. ടിൽ ദെൻ, ഗുഡ് ബൈ.